അല്ലെങ്കിൽ കവിതയ്ക്കാകാം. അതിൽ ആദ്യത്തെ പി എന്ന് പറഞ്ഞാൽ ഒരു പി പേഴ്സൺ. അത് മൃഗമാവാം, മനുഷ്യനാവാം, മരമാവാം, എന്തുമാവാം. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവാം, ഒന്നോ ഒന്നിൽ കൂടുതലോ. രണ്ടാമത്തെ പി എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഏതോ തമിഴ്നാടിൻ്റെ ഉൾഗ്രാമത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ തമിഴ്നാടും ഗ്രാമം അതിൻ്റെ വിവരണം വരുമ്പോൾ ആ പ്ലേസ് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റും. ആ സ്ഥലത്ത് ഈ ക്യാരക്ടർ എന്ന് രണ്ടെണ്ണമായി. മൂന്നാമത് വരുന്ന പി എന്ന് പറഞ്ഞാൽ ഒരു പ്ലോട്ട്. അവിടെ രാത്രി ഒരു ബാങ്ക് ഒരാൾ കവർച്ച ചെയ്യും. അപ്പോൾ ആ പ്ലോട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അത് നമ്മുടെ ഹീറോ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് പേർപ്പസ്. ഇതാണ് ഒരു കഥയുടെ ആധാരം. അപ്പോൾ കഥ എത്ര ചെറുതുമാവാം, എത്ര വലുതുമാവാം. ഈ 4 പിയിലാണ് നടക്കുന്നത്. പിന്നെ എഴുതുന്നത് നമ്മൾ 4 ടൈപ്പിൽ എഴുതാം. അതാണ് വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് അല്ലെങ്കിൽ മിക്സ്ഡ്. വിഷ്വലിനകത്ത് നമുക്ക് എഴുതുന്നത് നമുക്ക് കാണാൻ പറ്റണം. അപ്പോൾ പടിക്കെട്ടുകളുടെ അരികിലുണ്ടായിരുന്ന ആ മേശയിൽ വെള്ള നിറത്തിലുള്ളൊരു പാത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് വിഷ്വലാണ്. ഇപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററിയാണ്. ഇപ്പോൾ ദൂരെ ഏതോ അമ്പലത്തിൻ്റെ മണിനാഥത്തിനോടൊപ്പം തന്നെ അവളുടെ ശബ്ദം കേട്ടപ്പോൾ ദൈവം സംസാരിച്ച പോലെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് ആ ശബ്ദമാണ് കേട്ടത്. അത് ഓഡിറ്ററിയാണ്. മൂന്നാമത്തത് കിനസ്തെറ്റിക് ആണ്. അതായത് വെള്ളത്തിലിറങ്ങിയപ്പോൾ ആ തണുപ്പ് അവൻ്റെ കണ്ണുകളിൽ വരെ കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് അതിൻ്റെ ആ ഫീലാണ് പറയുന്നത്. അല്ലെങ്കിൽ പേടിച്ചിട്ട് ഒരു തുള്ളി വേർപ്പ് അവൻ്റെ നട്ടലിലൂടെ ഊർന്നിറങ്ങിയപ്പോൾ എന്നൊക്കെ ആ സ്പൈൻ ചില്ലിങ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റൊക്കെ കൊണ്ടാണ്. ഈ മൂന്നുമല്ലാതെ ഇതെല്ലാം കൂടെ ചേർത്ത് വരണം. ഏതൊരു റൈറ്ററിനും അയാളുടെ മനസ്സിൽ തന്നെ സ്വതസിദ്ധമായിട്ട് അയാൾക്കൊരു രീതി ഉണ്ടാവും. അയാൾ ചിലപ്പോൾ ഒരു വിഷ്വൽ റൈറ്റർ ആയിരിക്കും, ചിലപ്പോൾ ഒരു കിനസ്തെറ്റിക് റൈറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഓഡിറ്ററി റൈറ്റർ ആയിരിക്കും. അപ്പം അങ്ങനെ ആ രീതിയിൽ എത്തുന്നത് വരെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സിഗ്നേച്ചറായി. ഇപ്പോൾ ജെഫ്രി ആർച്ചറിനെ പോലത്തെ ഒരു റൈറ്റർ. ജെഫ്രി ആർച്ചറിൻ്റെ എല്ലാ കഥയിലും ഹീറോ ചൂടുവെള്ളത്തിൽ കുളിച്ച് വെള്ള അയൺ ചെയ്ത ഷർട്ട്. ഇതെല്ലാ കഥയിലും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് കിനസ്തെറ്റിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് വായിക്കുമ്പോൾ അറിയാം ഇത് ജെഫ്രി ആർച്ചർ എഴുതിയതാണെന്ന് അറിയാം. അതൊരു സിഗ്നേച്ചറായി. അയാൾ എഴുതുന്ന സ്റ്റൈലാണ്. ജെഫ്രി ആർച്ചറിൻ്റെ ഒരു കഥയ്ക്കകത്ത് ഒരാൾക്ക് 2 നിപ്പിളല്ല 3 നിപ്പിളുണ്ട്. അപ്പോൾ അങ്ങനെ അയാൾ നമ്മൾ വിഷ്വൽ ക്രിയേറ്റ് ചെയ്യണം മനസ്സിൽ. അപ്പോൾ ഇങ്ങനെയുള്ള റൈറ്റിങ്ങിൻ്റെ എന്ത് ടൈപ്പിൽ എഴുതാം, എങ്ങനെ എഴുതാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഥ എഴുതുന്നതിലും നമുക്ക് സുഖം ഉണ്ടാവും. നമുക്കൊരിക്കലും ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടാവില്ല. നമുക്കറിയാം നമ്മൾ എങ്ങനെ എഴുതാൻ പോകുന്നത്. നമുക്ക് ക്യാരക്ടേഴ്സ് നമ്മൾ എഴുതി തുടങ്ങി കഴിയുമ്പോൾ അവർ ബിഹേവ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന ഡയലോഗ്സും അവർക്കുണ്ടാകുന്ന ഫീലിങ്സുമായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഒരു എഴുത്തുകാരനായി. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്യാരക്ടേഴ്സ് കഥ മുന്നോട്ട് പോകും. അവർ ഓരോ കാര്യങ്ങൾ ചെയ്യും. പ്ലോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലോട്ടിലേക്ക് അവർ വന്നോളൂ, പേർപ്പസിലേക്ക് വന്നോളൂ. ഇതെല്ലാം നടക്കുമ്പോഴാണ് നല്ലൊരു ഗ്രന്ഥം ഉണ്ടാകുന്നത്. അത് ഓഡിറ്ററിയോ വിഷ്വലോ കിനസ്തെറ്റിക്കോ അല്ലെങ്കിൽ മിക്സഡോ ആവാം. അങ്ങനെ നമുക്ക് ജനങ്ങളിലേക്ക് നമ്മുടെ ഫീലിംഗ് എത്തിക്കാൻ പറ്റും. പർപ്പസ് ഓഫ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യം വേറൊരാളുടെ അടുത്ത് എത്തുന്നത് അതേ രീതിയിൽ എത്തണം. അത് കാഴ്ചയിലോ ശബ്ദത്തിലോ അല്ലെങ്കിൽ ഫീലിലോ അതെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി വേറെ ആയിരിക്കും. ഇതാണ് റൈറ്റിങ്ങിൻ്റെ ബേസ്. അടിപൊളിയാണ് സ്പീച്ച്. അപ്പോൾ ഇതിലൊക്കെ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇത്രയൊക്കെ ഉള്ളൂ. എഴുതിക്കൊണ്ടേയിരിക്കും. ആത്മാവുണ്ടാവണമെന്നുള്ളൂ. നെവർ സ്റ്റോപ്പ്. നമ്മൾ എഴുതുന്ന കഥയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് ബുക്കിനകത്ത് ഡോക്ടർ വില്യം എന്ന് പറഞ്ഞൊരു കഥ, ചെറിയ കഥയാണ്, ആകെ 500 വാക്ക് അവർ അലൗഡ് ഉള്ളൂ. നമ്മൾ ശരി എഴുതാം. അപ്പോൾ അതിനകത്ത് ഈ ഡോക്ടർ വില്യമിൻ്റെ കഥയിൽ ഒരാൾ ഇരുന്ന് രാത്രി നൈറ്റ് ലാമ്പിൽ ടേബിളിൽ ഇരുന്ന് ഒരു ഡയറി എഴുതാം. അപ്പോൾ ഡയറിയിൽ എഴുതുന്നത് ഒരു കത്താണ്. അപ്പോൾ ഈ കത്തിൽ എഴുതുന്നത് എൻ്റെ ദൈവമേ, ദൈവത്തിനോട് കത്ത് എഴുതാം. മേ ബി ലാലേട്ടനെ പോലെയൊക്കെ ദൈവത്തിനോട് കത്ത് എഴുതാം. എൻ്റെ ദൈവമേ, ഇന്ന് ആ 12ാമത്തെ വാർഡിലെ പേഷ്യൻ്റ് അയാൾക്ക് അസുഖം കൂടി, ഇനിയിപ്പോൾ നാളെ ശരിയാവുമായിരിക്കും, ആ സർജറി കഴിഞ്ഞു, പക്ഷെ എല്ലാം ഓക്കെ. ഇങ്ങനെ ഈ പേഷ്യൻസിനെ കുറിച്ച് പറഞ്ഞു പോവാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് ഡോക്ടർ വില്യം ഇന്ന് താഴെ സൈൻ ചെയ്തിട്ട് ബുക്ക് അടച്ചു വെച്ചിട്ട് നടന്ന് ബെഡിലേക്ക് പോവുകയാണ്. പുറത്ത് ഒരാൾ ഡോർ അടച്ചിട്ട് അയാൾ പറയാം, പഠിക്കുന്ന കാലത്ത് ഭ്രാന്തായില്ല എന്നുണ്ടെങ്കിൽ അയാൾ നല്ലൊരു ഡോക്ടറായത്. അപ്പോൾ അതുവരെ റിവീൽ ചെയ്യുന്നില്ല. ശരിക്കും അയാൾക്ക് ഭ്രാന്താണ്. എല്ലാ ദിവസവും ഇരുന്ന് അയാൾ പേഷ്യൻറ്റിനെ കണ്ടു, സർജറി ചെയ്തു എന്നൊക്കെ അയാൾ എഴുതുന്ന ദൈവത്തിനോട് എഴുതുന്ന അയാൾക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഭ്രാന്തനും അയാൾക്ക് ഭ്രാന്തുള്ളതിൽ വിഷമമില്ല, കൂടുള്ളവർക്കേ വിഷമമുള്ളൂ. ബാക്കിയുള്ളവരെ അതിന് കുറ്റം പറയുള്ളൂ. അയാൾ ഹാപ്പിയാണ്. ഇവിടെ ട്രിവാൻഡ്രം മെൻ്റൽ ഹോസ്പിറ്റലിനകത്ത് സുന്ദരൻ എന്ന് പറഞ്ഞൊരാളാണ്. ഈ സുന്ദരൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു നടിയെ ഇഷ്ടപ്പെട്ടു, സിനിമ കണ്ടിട്ട്. അയാൾക്ക് ഭ്രാന്തായതെന്ന് പറഞ്ഞാൽ അയാൾ ആ നടിയെ കല്യാണം കഴിച്ചു. അയാൾക്ക് 3 കുട്ടികളുണ്ട്. ഒരു കുട്ടി ഓക്സ്ഫോർഡിലാണ്,
ഒരാൾ സ്റ്റാൻഫോർഡിലാണ് എന്നൊക്കെ അയാൾ സ്വന്തമായിട്ടൊരു ലോകം ക്രിയേറ്റ് ചെയ്തു. അയാൾ ഹാപ്പിയാണ്. നമുക്ക് കാണുമ്പോൾ ഇയാൾ ജയപ്രദനെ കല്യാണം കഴിച്ചു പറഞ്ഞാൽ ആരും വിശ്വസിക്കും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ കഥാപാത്രം. അങ്ങനെ തന്നെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ അത് ഓരോ റൈറ്റേഴ്സിൻ്റെ ആ സ്റ്റൈലിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര വേണമെങ്കിൽ എഴുതാം. നമ്മൾ ഓരോ ദിവസം കാണുന്ന 100 കൂട്ടം കാഴ്ചകളാണ്. ഇപ്പോൾ അകത്ത് ആ കുഞ്ഞു മോള് പറയായിരുന്നു, ഇതേ മേളിലൊരു ബട്ടർഫ്ലൈ കൊണ്ട് ആ പൂമ്പാറ്റി നമുക്ക് പുറത്തോട്ട് പറഞ്ഞു വിടട്ടെ. സത്യം, അതൊരു കഥയാണ്. അപ്പം നമ്മൾ അറിയില്ല നമുക്ക് ചുറ്റും കഥകൾ നടക്കണം. ഒബ്സർവൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ടൈം ലൈൻ എഴുതി നമുക്ക് കഥകളോ കവിതകളോ എന്തുമുണ്ട്. സൂര്യനെ മോഹിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞ കഥ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ട് എഴുതി കവിതയ്ക്കകത്ത് ഒരാൾ പെങ്ങളായിട്ടൊരു പെണ്ണിനെ കണ്ട് അവൾ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് എല്ലാം ചെയ്ത് അയാൾ കുറേ കാലം കഴിഞ്ഞ് കാണാൻ വരാം. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കണ കണ്ടുകൊണ്ട് ഹസ്ബൻഡ് വരുമ്പോൾ അയാൾ ചോദിക്കും, ഇവനാരും ഇവിടെ വന്ന് ഒരുമയോട് ഓടുവാൻ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയുന്നു, ഒരമ്മയ്ക്ക് ജനിച്ചില്ലെങ്കിലും അതെൻ്റെ പെങ്ങളാണ് എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബന്ധങ്ങളുടെ വാല്യൂ നമുക്ക് എവിടെയോ പറയാൻ നമുക്ക് കവിതകളോ കഥകളോ ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ ചെയ്യുന്നില്ല. അതെപ്പോൾ ചെയ്തു തുടങ്ങുന്നു അപ്പോൾ അത് കൃതി. അപ്പോൾ അതാണ് എനിക്ക് മറ്റേ ആ ഒരു ജില്ലയിൽ പൂക്കാമെന്ന് പറയുമ്പോൾ ആ കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട് ആൾക്കാർ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നിന്നോടൊപ്പം ഞാൻ ജനിക്കും എന്നൊക്കെ പറയുന്നതിനേക്കാളും ഒരു ജില്ലയിൽ പൂക്കാമെന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയുണ്ട്. ആ യൂസേജസ് ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇനിയും ഡെവലപ്പ് ചെയ്യണം. നന്നായി വരും. തീർച്ചയായിട്ടും.